ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ചയാണ്, ലീവ് ദിവസം ആയതുകൊണ്ട് പോയതാണ്. ഞായറാഴ്ച അവിടെ ഭയങ്കര തിരക്കാണ്. ഈ കോരിച്ചെരിയുന്ന മഴയിലും ഭയങ്കര തിരക്കാണ്. അപ്പം ഞാൻ അവിടുന്ന് പകർത്തിയ കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകളാണ് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം നമ്മൾ പുഴയിൽ കാലൊക്കെ കഴുകിയിട്ടാണ് മുത്തപ്പൻ്റെ നടയിലേക്ക് തൊഴാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ അലൗഡല്ല. അപ്പം ഞാൻ അവിടുന്ന് തൊഴുതിറങ്ങി വന്നിട്ട് കാണാം. അപ്പം ഞങ്ങൾ അവിടുന്ന് തൊഴുതിറങ്ങി വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ വളപട്ടണം പുഴയരികിൽ സ്ഥിതി ചെയ്യുന്ന മുത്തപ്പൻ മടപ്പുരയാണ് ഇത്. ദിവസേന ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. എന്നാലും ഞായറാഴ്ചയാണ് അധികം ആളുകൾ എത്തുന്നത്. ഇത്രയും മഴയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവിടെ. ഞങ്ങളൊരു ഉച്ചയൊക്കെ ആകാറായപ്പോഴാണ് എത്തിയത്. അവിടെ രാവിലെയും വൈകിട്ടും മുത്തപ്പൻ ഉണ്ടാവാറുണ്ട്. അപ്പം ഒരു ഉച്ചയൊക്കെ ആയതുകൊണ്ട് ആ സമയം ഞങ്ങൾ തൊഴുതിറങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ അവിടെ വരുന്ന എല്ലാ ഭക്തർക്കും അവിടെ അന്നദാനമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതുപോലെ പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ബോട്ടിലൂടെയുള്ള യാത്രയൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് നേരം സമയം ചിലവഴിച്ചു. ഞങ്ങൾ ബോട്ടിലൊന്നും കയറാൻ വേണ്ടി പോയിട്ടില്ല. അത് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് തന്നെ വന്നു. അവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും ഈ പറയുന്ന പോലെ തന്നെ അവിടുത്തെ പ്രധാന പ്രസാദമാണ് മമ്പയറും തേങ്ങാക്കൊത്തും കൂടെ ചായയും. അവിടെ വരുന്ന എല്ലാവർക്കും ഇതവിടുത്തെ പ്രസാദമായിട്ട് കഴിക്കാൻ കൊടുക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഉത്സവ പ്രതീതിയാണ്. നമ്മൾ അങ്ങ് മേലെ നിന്ന് ഇറങ്ങി വരുമ്പോഴേ നമുക്ക് മനസ്സിലാകും അത്. രണ്ട് സൈഡിലും കച്ചവട സ്ഥാപനങ്ങളാണ്. നമ്മൾ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. അതുപോലെയാണ് അവിടെ. ഒരു മായാലോകം പോലെ തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വേണ്ടി ഒരുപാട് ഐറ്റംസ്. അപ്പം ഞാനിങ്ങനെ ഓരോ കടകളിൽ കൂടെ നമുക്കിങ്ങനെ ഈ കമ്മലും മാലയൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുമല്ലോ. അതിൻ്റെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുത്തിങ്ങനെ വരികയായിരുന്നു. ഞങ്ങളുടെ ഒരു വിശ്വാസപ്രകാരം ഞങ്ങൾ പറയുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തും മുത്തപ്പൻ എന്നാണ് ഞങ്ങൾ പറയാറ്. ഞങ്ങൾ കണ്ണൂരുകാർക്ക് എന്ത് വന്നാലും എൻ്റെ മുത്തപ്പ കാത്തോളണേ എന്നാണ് ഞങ്ങൾ പറയാറ്. അപ്പം അങ്ങനെ ഇതൊക്കെ കണ്ടാൽ തീരില്ല. അങ്ങനെയാണ് അവിടെ സമയം ചിലവഴിച്ചാൽ നമുക്ക് മതിയാകുകയില്ല മുത്തപ്പൻ്റെ അടുത്ത്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ട് കേട്ട് വന്നു. നല്ലൊരു മഴയാണെങ്കിലും ഞങ്ങൾക്കൊരു നല്ലൊരു യാത്രയായിരുന്നു ഇന്നലെ. നമ്മുടെ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നും പോകാനില്ല. ഒരുപാട് പുറത്തുനിന്നൊക്കെയുള്ള ആളുകൾ വരാറുണ്ട് മുത്തപ്പൻ സന്നിധിയിലേക്ക്. അപ്പം ഞങ്ങൾ തിരിച്ച് കയറി പോകുവാണ്. ഒരുപാട് സ്റ്റെപ്പുണ്ട് കയറാൻ, ഒത്തിരി കയറിപ്പോണ സ്റ്റെപ്പ്. ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും മുത്തപ്പൻ്റെ ഒരുപാട് വർണ്ണിച്ചുകൊണ്ടുള്ള കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാനിന്ന് പോയ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.